പ്രണയകാലം പാർട്ട് 13. ബീവിയുമ്മക്ക് ഒരു നനുത്ത മുത്തവും കൊടുത്ത് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കല്ലു അന്നേരം. പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടു ഗേറ്റിനടുത്ത് നിൽക്കുന്ന അമീറിനെ. അവൾ പതിയെ തല താഴ്ത്തി. അമീറിനോട് പോവാണെന്ന് പറയണോ പറയണ്ടയോ എന്ന് 100 വട്ടം കല്ലു ആലോചിച്ചു. മറികടന്ന് പോവാൻ നേരമാണ് ആ ശബ്ദം കല്ലുവിൻ്റെ കാതിൽ തട്ടിയത്. കല്യാണി ഒന്ന് നിന്നേ. കല്ലു പതിയെ തിരിഞ്ഞു നോക്കി. കല്യാണി എന്നും ബസ്സിലാണോ പോകുന്നേ? ഒരു മുഖവുരയുമില്ലാത്ത അവൻ്റെ ചോദ്യം. ആ അതെ, അവൾ അമീറിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡ്രൈവിംഗ് അറിയാമോ തനിക്ക്? കാറ്? ഇല്ല. സ്കൂട്ടി? ഏയ് ഇല്ല. അറ്റ്ലീസ്റ്റ് സൈക്കിളെങ്കിലും? അവൻ്റെ വാക്കുകളിൽ ചെറിയൊരു പരിഹാസമില്ലേ? ഇല്ല. കല്ലു ചുമൽ വെട്ടിച്ചു. ഏതുവരെ പഠിച്ചു താൻ? ഡിഗ്രി. കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല. അത് ശരി, പിന്നെ എങ്ങനെ ഡിഗ്രി എന്ന് പറയും? അപ്പോൾ ജസ്റ്റ് +2 അല്ലേ? സാറിനിപ്പോൾ എന്താ വേണ്ടത്? കല്ലുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈയിടെയായി അമീർ ഇങ്ങനെയാണ്. എന്തെങ്കിലും ഇതുപോലുള്ള ഓരോന്ന് ചോദിക്കും. എന്നിട്ട് എന്നോട് അങ്ങ് പറയാതെ പറയും, താനൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന്. അതുമല്ലെങ്കിൽ താനൊക്കെ ഭൂമിക്ക് ഭാരമായി എന്തിനാ ജീവിക്കുന്നതെന്ന്. സത്യത്തിൽ പൊതുവെ ആരെന്തു പറഞ്ഞാലും മിണ്ടാത്ത ഞാൻ അറിയാതെയെങ്കിലും സാറിൻ്റെ വാക്കുകളിൽ മിണ്ടിപ്പോവും. പൊതുവേ ദേഷ്യം വരാത്ത എനിക്ക് അമീർ സാർ സംസാരിച്ച് കഴിയുമ്പോഴേക്കും എവിടെ നിന്നൊക്കെയോ ദേഷ്യം വരും. ഞാൻ തർക്കിച്ച് സംസാരിച്ചിട്ടുള്ളത് സാറിനോട് മാത്രമാണ്. അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ആളെനിക്ക് തർക്കിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിട്ട് മാറിയിരുന്ന് ആസ്വദിക്കുകയാണെന്ന് തോന്നും ചില നേരത്ത്. അനുഭവസമ്പത്ത് കുറേ ഉള്ളതുകൊണ്ട് പഠിക്കണ്ട എന്നായിരിക്കും. അമീർ എങ്ങോട്ടോ നോട്ടം പായിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു. ആ അതുകൊണ്ട് തന്നെയാണ്. കല്ലു കൈകെട്ടി നിന്ന് അമീറിനെ ഒരു നോട്ടം നോക്കി. ഈ അനുഭവസമ്പത്ത് എന്ന് പറയുന്നത് പാത്രം കഴുകുന്നതും തറ തുടക്കുന്നതും മുറ്റടിച്ചു വാരുന്നതും ഒക്കെ അതിൽ പെടുമായിരിക്കും അല്ലേ കല്യാണി? കല്യാണി ഒന്നും മിണ്ടാതെ നിന്നു. കല്യാണി എൻ്റെ കാറൊന്ന് കഴുകിത്തരാവോ? അവൻ കല്ലുവിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി പതിയെ ചോദിച്ചു. അവിടെ പരിഭ്രമം നിഴലിക്കുന്നത് നോക്കി നിന്നുപോയി. അത് സാർ, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. നാളെ മതിയോ? ആ നാളെ ആയാലും മതി. പക്ഷേ ഇന്നിത് തൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടുള്ള വർക്കല്ലേ. അപ്പോൾ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്താൽ എക്സ്ട്രാ ക്യാഷ്. അതാണ് ഓഫർ. നാളെ രാവിലെ കഴുകിയാൽ ചെയ്യുന്ന വർക്കിനുള്ള സാലറി മാത്രമേ കാണൂ. നാളെ ചെയ്യാം സാർ. ഇനിയും സംസാരിച്ച് നിന്നാൽ എൻ്റെ ബസ് മിസ്സാവും. പിന്നെ വീട്ടിൽ എത്തുമ്പോഴേക്കും ഒരുപാട് വൈകും. അതുകൊണ്ടാണ് സാർ. അവൾ വേഗത്തിൽ പോവാൻ ഒരുങ്ങി. വൈകിപ്പോയാലുള്ള ചെറിയമ്മയുടെ മുഖവും മുള്ളും മുനയും വെച്ചുള്ള സംസാരവും ഒന്നും കല്ലുവിനെ ആലോചിക്കാൻ കൂടെ വയ്യ. ഇതുവരെ എനിക്ക് നിർബന്ധമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ കഴുകിയിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് വരണ്ട. ഇവിടേക്ക് എന്ന് മാത്രമല്ല ഈ പരിസരത്ത് ഒന്നും തനിക്കിനി ജോലി കിട്ടില്ല. അതിനുള്ള കെൽപ്പൊക്കെ അറക്കൽ അമീറിനുണ്ട്. അമീർ കൈകൾ കെട്ടി ഗേറ്റിലേക്ക് ചാരി നിന്നു. കല്ലുവിന് ദേഷ്യം വന്നു നിറഞ്ഞു. തൻ്റെ ദയനീയ അവസ്ഥ മുതലെടുക്കുകയല്ലേ ഇയാൾ ഈ ചെയ്യുന്നത്? ചെയ്യുന്നോ ഇല്ലയോ? അമീർ അതേ നിൽപ്പ് നിന്നു. ചെയ്യാം സാർ. അവൾക്ക് വാശി കയറി. കല്യാണി കാർ കഴുകുന്നത് നോക്കി അമീർ അവിടെ തന്നെ നിന്നു. തീർന്നപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കല്യാണി വാച്ചിലേക്ക് നോക്കി നെടുവീർപ്പിടുന്നത് കണ്ടപ്പോൾ അമീർ ഉറപ്പിച്ചു ആളുടെ ബസ് പോയി എന്ന്. അമീർ പേഴ്സ് തുറന്ന് 500ൻ്റെ 10 നോട്ടുകൾ എടുത്ത് കല്യാണിക്ക് കൊടുത്തു. എന്താ ഇത്? അവൾ അമീറിനെ തന്നെ നോക്കി. കാർ ക്ലീൻ ചെയ്തതിന് അവൻ നിസ്സാരമായി പറഞ്ഞ നോട്ടുകൾ പിന്നെയും നീട്ടി. 5000 രൂപയോ? ഒരു കാറ് കഴുകിയതിനോ? കല്യാണി അവനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അമീർ ഒന്ന് പതറിയത് കല്യാണി വ്യക്തമായി കണ്ടു. എന്താണ് അവൻ്റെ മനസ്സിൽ? ഈ കഥയിൽ ഇയാൾ വില്ലനോ നായകനോ? കല്യാണി ആശയക്കുഴപ്പത്തിലായി. അവൾ 500ൻ്റെ ഒരു നോട്ട് അമീറിൻ്റെ വിരലുകൾക്കിടയിൽ നിന്നും വലിച്ചെടുത്തു. ഇത് മതി സാർ. ചെയ്യുന്ന ജോലിക്കുള്ള കൂലി മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അർഹതയില്ലാത്തത് കഴിച്ചാൽ ദേഹത്ത് പിടിക്കില്ല. അതുകൊണ്ടാ. അവൾ തിരിഞ്ഞു നടക്കുന്നതും നോക്കി അമീർ ആ നിൽപ്പ് നിന്നു. ഇരുട്ട് പേടിയാണോ കല്യാണി? അവൻ അല്പം ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. കേട്ടിട്ടും കേൾക്കാതെ പോകുന്നവളെ നോക്കി പതിയെ ചിരിച്ചു. കുറച്ചു മുന്നേ ഒരു ദിവസം ഇരുട്ടി പേടിയാണെന്നോ മറ്റോ തൻ്റെ വായിൽ നിന്നും അറിയാതെ വീണു. അതിൻ്റെ ശേഷമാണ് അമീർ ഈ നേരം വൈകിച്ചുകൊണ്ടുള്ള പരിപാടി തുടങ്ങിയത് എന്ന് കല്യാണിക്ക് ഇതിനോടകം മനസ്സിലാക്കിയെടുത്തിരുന്നു. എന്നും ഇപ്പോൾ ഇരുട്ടിയിട്ടേ വീട്ടിലെത്തുന്നുള്ളൂ. ഇതുപോലെ എന്തെങ്കിലും ഒരു ജോലിയും തന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി തന്നെ ഇരുട്ടുന്നത് വരെ പിടിച്ചു നിർത്തൽ അമീറിന് ഇപ്പോൾ ശീലമായിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ് പോയി. ഇനി അടുത്തത് 3/4 മണിക്കൂർ എടുക്കും. ഇരുട്ട് പടർന്നിട്ടുണ്ട്. അതിനു പുറമെ മഴക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കല്ലു ബാഗും മാറോട് ചേർത്ത് ബസ് സ്റ്റോപ്പിൻ്റെ ഒരു മൂലയിലേക്ക് ചുരുണ്ടിരുന്നു. ചിലരുടെ നോട്ടമൊക്കെ ചൂഴ്ന്നെടുക്കാൻ പാകത്തിലാണെങ്കിലും തളരാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ബസ് വന്നതും പതിയെ ബസ്സിലേക്ക് കയറി. അമീർ എപ്പോഴോ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിമറഞ്ഞു വന്നു.
കല്യാണി, താൻ ശരിക്കും രാത്രിയുടെ ഭംഗി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് രാത്രിയെ ഇത്രയേറെ ഭയം. ലോകത്തിൽ ഒട്ടും സൗന്ദര്യബോധമില്ലാത്ത ഏതോ ഒരാൾ ഉണ്ടാക്കി തീർത്ത ദുരാചാരമാണ് രാത്രി കിടന്നുറങ്ങാൻ മാത്രം ഉള്ളതാണെന്നുള്ളത്. കറുപ്പിന് എന്ത് ഭംഗിയാണെന്നോ കല്യാണി. തൻ്റെ മുഖം മുഴുവൻ കണ്ണോടിച്ച് അമീർ അത് പറയുമ്പോൾ കല്ലുവിൻ്റെ മിഴികൾ ഒന്ന് പിടഞ്ഞുണർന്നു പോയി. എന്തിനെന്നറിയാതെ. പതിയെ കല്ലു ബസ്സിന് പുറത്തേക്ക് കണ്ണു നട്ടു. ഓടിമറയുന്ന മരങ്ങളെയും നെൽപ്പാടങ്ങളെയും നോക്കി. പകല് കാണുന്നതിലും സൗന്ദര്യം തോന്നി അവക്ക്. രാത്രി മാത്രം പാറി നടക്കുന്ന ഒരു കുഞ്ഞു കാറ്റ് അവളുടെ മുടിയിഴകൾ മുഖത്തുനിന്നും വകഞ്ഞു മാറ്റി. ചുണ്ടുകളിൽ ചെറിയൊരു മുത്തം നൽകി ഓടിമറഞ്ഞു. കൂടണയുന്ന പക്ഷിക്കൂട്ടവും ഓലത്തുമ്പിൽ നിന്നും അടർന്നു വീഴുന്ന കുഞ്ഞു മഴത്തുള്ളികളും ആകാശത്തിലെ വേട്ടക്കാരനും മകരമത്സ്യവും മിന്നാമിന്നിയുമൊക്കെ അവൾക്ക് നേരെ കണ്ണു ചിമ്മി ചിരിച്ചു. രാത്രിക്ക് അങ്ങേര് പറഞ്ഞ പോലെ എന്തൊക്കെയോ സൗന്ദര്യമുണ്ട് കേട്ടോ. അമീറിൻ്റെ മുഖം ഓർത്തുകൊണ്ട് കല്ലു പതിയെ മനസ്സിൽ പറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി പതിയെ നടന്നു. എന്നും ജീവനും കൈപിടിച്ച് ഓടാറാണ് കല്ലു പതിവ്. ഇന്ന് അതിനൊന്നും നിന്നില്ല. പതിയെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് മാനം ഒന്നൂടെ ഇരുണ്ടു. മഴ കനത്തു. കുട ചൂടി കുറച്ചങ്ങ് നടന്നപ്പോൾ മഴയത്ത് ആരോ രണ്ടുപേർ എന്നെ തന്നെ നോക്കി നിൽക്കും പോലെ. അടുത്തെത്തി ഇരുട്ട് മറച്ച ആ രൂപം കാണെ കല്ലുവിൻ്റെ കണ്ണൊന്ന് അത്ഭുതത്തിൽ വിടർന്നുപോയി. മുന്നിലായി ആനയും അവറാച്ചനും. കുറച്ചു നിമിഷങ്ങൾ മാത്രമേ കൂടെ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും കല്ലുവിന് ആനി ആരൊക്കെയോ ആയി മാറിയിരിക്കുന്നു. ഇതുവരെ തോന്നാത്ത ഒരടുപ്പം. എന്നെ പൊതിഞ്ഞു പിടിച്ചത്, ആരുമില്ലാഞ്ഞിട്ട് കൂടെ എന്നെ ന്യായീകരിച്ച് എനിക്ക് വേണ്ടി വക്കാലത്ത് നിന്നത്, ധൈര്യം പകർന്നത്. ഒരു നിമിഷം കൊണ്ട് ബന്ധങ്ങൾ ജനിക്കുമോ? ഉണ്ടാവുമായിരിക്കും. ഞാൻ ഒരമ്മക്കായും അവർ ഒരു മകൾക്കായും ഒരുപാട് കൊതിച്ചിരുന്നില്ലേ, പ്രാർത്ഥിച്ചിരുന്നില്ലേ? അപ്പോൾ ഒരു നിമിഷം കൊണ്ട് ദൈവം നൂലിട്ട് കെട്ടിത്തന്നതാവും ഞങ്ങളുടെ ഹൃദയങ്ങൾ. അങ്ങനെ തന്നെ ആകുമോ? കല്ലു ഉള്ളിൽ ചിന്തിച്ചു. കല്ലു ഓടിയെടുത്ത് ആ മാറിലേക്ക് വീണു. ഇറുകെ കെട്ടിപ്പിടിച്ചു. ആനിയമ്മേ. ആ നിമിഷം കല്ലുവിന് അവരെ അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. കല്ലുവിൻ്റെ ആ വിളിയിൽ ആനിയൊന്ന് വിറപൂണ്ടു. അവളുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പി. അടുത്ത് നിന്നിരുന്ന അവറാച്ചൻ ആനിയെ തന്നെ നോക്കി നിന്നുപോയി. സദാ സംസാരവും തല്ലുകൊള്ളിത്തരവുമായി പാഞ്ഞു നടന്നിരുന്ന ആനി പെട്ടെന്നൊരു ദിവസം ഒതുങ്ങിയ പോലെ അവറാച്ചന് തോന്നി. കാരണം ചികഞ്ഞ് കുറേ നടന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് എല്ലാവരും വിധിയെഴുതിയ നാളുകളിലായിരുന്നു ആനി ഇങ്ങനെ തകർന്ന് ഇരുന്നിട്ടു കണ്ടിട്ടുള്ളത്. അവിടുന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ബെന്നിക്കും മറിയക്കും അലീന മോൾ ഉണ്ടായി. പിന്നെ അവരെ പോലെ തന്നെ ഞങ്ങളുടെയും ലോകം അവൾ തന്നെയായിരുന്നു. ചില ദിവസങ്ങളിൽ അവറാച്ചൻ്റെയും ആനിയുടെയും സ്വകാര്യതയിൽ അവറാച്ചൻ അവൾക്ക് കുഞ്ഞാവും. അവൾ എനിക്ക് ചോറ് വാരിത്തരും, മുടി ചീകിത്തരും, പാട്ടോ കഥയോ പറഞ്ഞു ഉറക്കിത്തരും. അങ്ങനെയുള്ളൊരു ദിവസം ആനിയുടെ മനസ്സൊന്ന് ചിക്കി ചികഞ്ഞെടുത്തപ്പോഴാണ് കല്യാണി എന്ന പേര് അവറാച്ചന് കളഞ്ഞു കിട്ടിയത്. ആരുമല്ലാതിരുന്നിട്ടും ആരൊക്കെയോ ആയവൾ കല്യാണി. ആ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ ആനി. എനിക്കവളെ ഒന്നുകൂടെ കാണണമെന്നും പറഞ്ഞ് അവൾ നെഞ്ചിലേക്ക് ഒട്ടിക്കിടന്നു. പൊട്ടിവന്ന കരച്ചിൽ അടക്കിപ്പിടിച്ചു. ആ കൂട്ടി വെച്ചേക്കുന്നതൊക്കെ എൻ്റെ ഈ നെഞ്ചിലോട്ട് അങ്ങ് ഒഴിക്കുക കൊച്ചേ. അതിനല്ലേടി ഞാൻ. അത്രയും അവറാച്ചൻ പറഞ്ഞപ്പോഴേക്കും ആനി പിന്നെയും കരഞ്ഞു പോയിരുന്നു. ആരാടി ആനി ആ കൊച്ച്? ഒരു നേരം കണ്ടതല്ലേ ഉള്ളൂ നീയ്. നിനക്ക് ഈ തോന്നുന്ന അടുപ്പമൊന്നും അതിന് നിന്നോട് ഉണ്ടാവില്ലടി പെണ്ണെ. അതിനെ തിരക്കി പോവണോ? എൻ്റെ കൊച്ചു കൂടുതൽ വിഷമിക്കേണ്ടി വരുമോ? അവറാച്ചൻ ആനിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊരിക്കൽ കൂടെ അവളെ കണ്ടേ മതിയാവൂ ഇച്ചായ. അവൾ വന്ന് മടിയിൽ കിടന്നപ്പോൾ എൻ്റെ നെഞ്ച് പിടഞ്ഞുപോയി. പോവാൻ നേരം ദയനീയമായി കല്ലു നോക്കിയ നോട്ടം അതെൻ്റെ ചങ്കിൽ കയറി കൊളുത്തി. ഇനിയും ഒരു കൂട്ടം ചെന്നായകൾക്കിടയിൽ അവൾ എനിക്ക് ആലോചിക്കും തോറും നോവുന്നു. പേടിച്ചു വിറച്ച് ആ സെല്ലിൻ്റെ മൂലയിലേക്ക് ചുരുണ്ട് ചുണ്ട് പിളർത്തി കരയുന്ന അവൾ ഈ നെഞ്ചിലോട്ടാ ഇടിച്ചു കയറിയത് ഇച്ചായ. എനിക്കറിയില്ല ഇച്ചായ. എനിക്ക് കല്യാണി ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നേക്കായിരുന്നില്ല അതിനെ. ഞാൻ നോക്കിയായിരുന്നല്ലോ. എന്താ ദൈവം എന്നെ മാത്രം ഒഴിവാക്കിയേ? അത്രയും മോശക്കാരിയാണോ ഞാൻ? അവളുടെ നെറുകയിൽ തലോടി അവളെ ഉറക്കുമ്പോൾ കല്യാണിയായിരുന്നു അവറാച്ചൻ്റെ മനസ്സിൽ മുഴുവൻ. അവൾക്ക് തിരിച്ച് അങ്ങനെ ഒരു അടുപ്പം ഒരിക്കലും ആനിയോട് തോന്നിക്കാണില്ല എന്ന് തന്നെയായിരുന്നു അവറാച്ചൻ്റെ ചിന്ത. എൻ്റെ ആനിയുടെ ശുദ്ധ മനസ്സുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു അടുപ്പം തോന്നുന്നതെന്ന് അവറാച്ചൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഒരിക്കൽ മറ്റൊരുത്തന് വേണ്ടി എൻ്റെ ആനി ഒരുപാട് വേദനിച്ചതാണ്. അവനെപ്പോലെ കല്യാണിയും വേദനിപ്പിക്കുവോ എൻ്റെ ആനിയെ? അവറാച്ചനൊരു നിമിഷം ഒരു ചെറുപ്പക്കാരൻ്റെ രൂപം മനസ്സിലേക്ക് ഓടി വന്നു. എവിടെയാടാ നീ ഇപ്പോൾ? അവറാച്ചൻ മനസ്സാലെ അന്വേഷിച്ചു.
പിറ്റേന്ന് പണി മാറ്റി വരുമ്പോൾ കല്ലു എന്ന അധ്യായം ആനിയുടെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റാനുള്ള വഴികൾ ഓരോന്നും അവറാച്ചൻ ആലോചിച്ചു വെച്ചിരുന്നു. പക്ഷേ വീടിന് ഉമ്മറത്ത് കല്യാണിയെ കാണാൻ ഒരുങ്ങി നിന്നവളുടെ കണ്ണിലെ പ്രതീക്ഷയുടെ വെട്ടം അവറാച്ചനെ പൊള്ളിച്ചിരുന്നു. ആനിയെയും കൂട്ടി ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു കാഴ്ച അവറാച്ചൻ പ്രതീക്ഷിച്ചിരുന്നില്ല. രക്തബന്ധങ്ങളേക്കാൾ മുകളിലായി ചില ആത്മബന്ധങ്ങൾ ഉണ്ടല്ലോ അല്ലേ? അതിലൊന്നായിരിക്കുമോ താൻ ഈ കൺമുന്നിൽ കാണുന്നത്? അവറാച്ചൻ സ്വയം ചികഞ്ഞു. ഇതുവരെ പാൽ ചുരത്താത്ത ആനിയുടെ മാറിടങ്ങളിൽ അമൃത് നിറയുന്നുണ്ടായിരുന്നു. അവയിൽ ചൂടുയരുന്നുണ്ടായിരുന്നു. കല്യാണിയെ ഒന്ന് അടക്കി പിടിക്കാൻ. ഈ ചെറുപ്രായത്തിൽ കല്യാണി അനുഭവിക്കേണ്ടി വന്നത് പിന്നിട്ട കടുപ്പമേറിയ നാൾവഴികൾ അതൊക്കെയാണോ തന്നെ ഇങ്ങനെ കല്യാണിയിലേക്ക് അടുപ്പിച്ചത്? ആനി ചിന്തിച്ചുപോയി. കല്യാണി അന്നേരവും കരയുകയായിരുന്നു. വീട്ടിലേക്ക് വരുന്നില്ല ആനിയമ്മേ? അവൾ സ്നേഹപൂർവ്വം അവരെ ക്ഷണിച്ചു. വേണ്ട മോളെ, പിന്നെ കൊച്ചിൻ്റെ ചെറിയമ്മ 2 കാലേ നടക്കില്ല. കൊച്ചിൻ്റെ കഥ കേട്ടപ്പോൾ തൊട്ട് ചെറിയമ്മയെ 2 പൊട്ടിക്കണം എന്ന് പറഞ്ഞ് നടക്കുക എൻ്റെ ആനി. ഇവള് തല്ലിയിട്ടേച്ചാലും നീ തന്നെ ചെലവിന് കൊടുക്കണ്ട വെച്ചേ? അവറാച്ചൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, ചെറിയമ്മ അത്ര ദുഷ്ടിയൊന്നുമല്ല. കല്ലു ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു മദർ തെരേസ മതി കൊച്ചേ. നീയായിട്ട് ഇനി മദർ തെരേസയുടെ എണ്ണം കൂട്ടാൻ നിൽക്കണ്ട കല്യാണി. ആനി പറയുന്നത് കേട്ട് അവറാച്ചൻ ഒന്ന് ചിരിച്ചു. എന്താണ്, കെട്ടിപ്പിടുത്തവും താരാട്ടുപാട്ടും ഒക്കെ കഴിഞ്ഞോ? ആ ശബ്ദം കേട്ടിടത്തേക്ക് മൂവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. കൈ നിറയെ ആമ്പലും കൊണ്ട് ഒരുവൾ. ചുരിദാറാണ് വേഷം. ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ പകുതിയിലേറെ നനഞ്ഞിട്ടുണ്ട്. ഒരു ചമയവും ഇല്ലാതെ തന്നെ പ്രകാശിക്കുന്ന മുഖം. ഒരു ചെറു ചിരി അവളുടെ മുഖത്തുണ്ട്. കല്ലു അവളെ തന്നെ നോക്കി നിന്നുപോയി. എന്തൊരു ഭംഗി! മറിയയുടെയും ബെന്നിച്ചൻ്റെയും മോളാണ്. പേര് അലീന. ഞങ്ങളുടെ അന്നു. ആനി കല്യാണിക്ക് അലീനയെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സഹനകഥയിലെ നായിക. പേര് കല്യാണി അല്ലയോ? ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വന്ന വില്ലത്തി അല്ലേ ആനിയമ്മേ? അവൾ കല്ലുവിനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. കല്ലു തിരിച്ചും. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവർ 2 എൻ്റെയാണ്. കൂടുതൽ അധികാരം കാണിക്കാനൊന്നും വന്നേക്കരുത്. അലീന കിറുവോടെ കല്ലുവിനെ ഒന്നുകൂടെ നോക്കി. കല്യാണിയുടെ മുഖം പെട്ടെന്ന് മാറി. അവൾ ആനിക്കരികിൽ നിന്നും അല്പം മാറി നിന്നു. കല്ലുവിൻ്റെ മുഖം മാറിയെന്ന് മനസ്സിലായപ്പോൾ ആനിയും അല്ലുവും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. നീ വെറുതെ അതിനെ സങ്കടപ്പെടുത്താതെ, ആനി സ്നേഹത്തോടെ അല്ലുവിനെ ശാസിച്ചു. ഇത് ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ എൻ്റെ ആനിയമ്മേ. ഇതാകെ തൊട്ടവാടിയാണല്ലോ. അലീന കല്ലുവിന് അരികിലായി വന്ന് നിന്നു. എൻ്റെ പൊന്നു കല്യാണി, ഞാൻ ചുമ്മാ പറഞ്ഞതാടോ. നീ ഇങ്ങനെ പേടിച്ചെങ്ങനെ? നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണ്ടേ? മതി നീ ഉഷാറാക്കിയത്. അവറാച്ചൻ അല്ലുവിൻ്റെ ചെവിയിൽ മെല്ലെ പിടിച്ചു. കിട്ടിയോ ആമ്പൽ? ആ തോട്ടിലേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് കേട്ടില്ലല്ലോ. ഇപ്പോൾ ചുരിദാർ മൊത്തം നനഞ്ഞില്ലേ? ഇത് ഇട്ടേച്ച് എങ്ങനെ പോവും? ഓ എൻ്റെ അവറാച്ചാ, അതുകൊണ്ട് കുറച്ച് ആമ്പൽ കിട്ടിയില്ലേ? ഇതിൻ്റെ ഭംഗിയൊന്നും നിങ്ങളെപ്പോലെയുള്ള മുതുക്കന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ കല്യാണി? അല്ലു അവറാച്ചനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. കല്യാണി ഈ നാട്ടുകാരിയെ അല്ല എന്ന രീതിയിൽ മിഴികൾ താഴ്ത്തി നിന്നു. ആരടി മുതുക്കൻ? അയാൾ ഒന്നുകൂടെ അല്ലുവിൻ്റെ ചെവിയിൽ പിടിമുറുക്കി. ഓ, തല മൊത്തം കറുപ്പിച്ച് വെച്ചേക്കുന്നത് ആർക്കും മനസ്സിലാവില്ലെന്നാണോ? അലീന അവറാച്ചൻ്റെ കൈ തട്ടി മാറ്റി. ഇടി പതിയെ പറയടി, ആ കൊച്ചു കേൾക്കും. പതിയെ പറയണമെങ്കിൽ കൈമടക്ക് വേണം. അവസരം മുതലെടുക്കുകയാണല്ലേ? ചെറുതായിട്ട്. അവറാച്ചൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇങ്ങോട്ട് വന്ന എല്ലാവരും നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. പോയിട്ട് ഇത് കാണിച്ചിട്ട് മറിയേയും ബെന്നിയെയും കുശുമ്പ് കുത്തിക്കണ്ടേ? അല്ലു കല്യാണിയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. ഫോണിൽ 2-3 സെൽഫി എടുത്തു. ഈ കുറഞ്ഞ സമയം കൊണ്ട് കല്ലുവിന് അലീനയുടെ സ്വഭാവം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴൊക്കെയോ താൻ ആവാൻ കുതിച്ച പോലെ ഒരുവൾ. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നടന്ന് ഒരുപാട് സംസാരിക്കുന്ന ആരെയെങ്കിലും കാണുമ്പോൾ കല്ലുവിന് ചെറിയ സങ്കടം തോന്നും. ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ഒരാളോടും ഒരു മറുപടി പോലും പറയാൻ അറിയാതെ, ശരിക്കൊന്ന് ചിരിക്കാൻ പോലും അറിയാതെ അവൾ അപ്പോൾ സ്വയം ശാസിക്കും. യാത്ര പറഞ്ഞ് അവർ പോവാൻ നേരം എന്തൊക്കെയോ പിന്നെയും നഷ്ടപ്പെടാൻ പോകുന്ന പോലെ തോന്നി കല്ലുവിന്. എന്നാ കല്ലുമോള് പോയിക്കോ. വീട്ടിൽ കൊണ്ടു ചെന്ന് ആക്കണം മോളെ? അവറാച്ചൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട ചേട്ടാ, നിങ്ങൾ ഇനിയും വരുവോ എന്നെ കാണാൻ? ചോദിക്കണ്ട എന്ന് വിചാരിച്ചതാണ്, എങ്കിലും കല്ലു ചോദിച്ചു പോയി. ചേട്ടനല്ല, അപ്പച്ചൻ. അവറാച്ചൻ്റെ മറുപടിയിൽ കല്ലു തറഞ്ഞു നിന്നുപോയി. ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു കല്ലുവിനുള്ള മറുപടി. ആനി നിനക്ക് അമ്മച്ചിയാവുമ്പോൾ ഞാൻ നിനക്ക് എങ്ങനെ ചേട്ടനാവും കൊച്ചേ? ഞാൻ അപ്പോൾ അപ്പച്ചനല്ലേ? അപ്പച്ചൻ, അവറാച്ചൻ പതിയെ പറഞ്ഞു. കല്യാണി ആനിയുടെ ആത്മാവിൽ എന്ന പോലെ അവറാച്ചൻ്റെ ആത്മാവിലേക്കും വേര് പടർത്തിയിരിക്കുന്നു. അല്ലെങ്കിലും ആനിയിൽ നിന്നും അവറാച്ചനിലേക്ക് എവിടെ ഇത്രയേറെ ദൂരം? കല്ലു നടത്തത്തിൻ്റെ വേഗത കൂട്ടി. കരിമ്പിൻ തോട്ടത്തിലൂടെ കയറിയാൽ പെട്ടെന്ന് വീട്ടിലേക്ക് കയറാം. ഇഴജന്തുക്കളെ ഭയമുണ്ടെങ്കിലും ആ വഴി തന്നെ കല്ലു സ്വീകരിച്ചു.
ഇഴജന്തുക്കളേക്കാൾ കൂടുതൽ അവൾ ചെറിയമ്മയുടെ നാവിനെ ഭയപ്പെട്ടിരുന്നു എന്ന് സാരം. ഇടയ്ക്കെപ്പോഴോ ഒരു മനുഷ്യ ശബ്ദം കാതിൽ പതിച്ചപ്പോൾ കല്ലുവിൻ്റെ കാലുകൾക്ക് ചലനം നഷ്ടപ്പെട്ടു. ഭയത്തോടെ കല്ലു ശബ്ദം കേട്ടിടത്തേക്ക് തന്നെ നോക്കി. ആരോ ഞെരുങ്ങുന്ന പോലെ ഒരു സ്വരം. തുടരും. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കഥ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ നിങ്ങൾ മാക്സിമം സ്റ്റോറി ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്